ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എടുത്ത് അതിലേക്ക് ഇടണം. സുഹൃത്തുക്കളെ, നമുക്കിന്ന് പൊട്ടറ്റോ ഫ്രൈ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായിട്ടുണ്ട്. ഇത്തിരി ചിക്കൻ മസാല, എല്ലാം മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മഴയത്ത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഫ്രൈ മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ലേ കടയിൽ നിന്ന്, അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ. നന്നായി ഇളക്കുക. ഒരു 2 മിനിറ്റ് അതൊന്ന് 2-3 മിനിറ്റ് അതൊന്ന് വെന്ത് വരാനുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്തവരാരുമില്ല, കുട്ടികളായാലും അതെ വലിയവരായാലും അതെ. പൊട്ടാറ്റോ എങ്ങനെ ചെയ്താലും കുട്ടികൾ കഴിക്കും, വലിയവരും അതെ. അവർക്ക് അത് മാത്രം മതി. അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആക്കി എടുക്കുക. നമുക്ക് നന്നായി ക്രിസ്പി ആയതിന് ശേഷം വറുത്ത് കോരി എടുക്കുക. നല്ല ടേസ്റ്റാണ്. ചായയുടെ ഒപ്പവും കഴിക്കാം, ചോറിനൊപ്പവും കഴിക്കാം. ഓക്കെ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കടയിൽ ഇത്രയും ഒരു 2 പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കിയതാണിത്. 150 രൂപയോ 130 രൂപയൊക്കെ ഉണ്ടാവും. ഇതാകെ 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് വീട്ടിൽ രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കൂ.